അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ചില സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പലസ്തീൻ ഉൾപ്പെടെ പ്രമേയമായി വരുന്ന 19 സിനിമകളാണ് മേളയിൽ ഒഴിവാക്കപ്പെട്ടത്. വിഷയത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തുനിന്ന് ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാകുന്നു. 5ാം ദിനമായി ഇന്ന് 9 ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങും. മേളയുടെ ഉദ്ഘാടന ചിത്രമായ പലസ്തീൻ 36, ഇക്കൊല്ലം 100 വർഷം തികയുന്ന റഷ്യൻ വിപ്ലവ പശ്ചാത്തലമായ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ, സ്പാനിഷ് സിനിമ ബീഫ് ഉൾപ്പെടെ 19 സിനിമകൾക്ക് ഇതുവരെ കേന്ദ്ര വാർത്താ വിതരണ വിനിമയ മന്ത്രാലയത്തിന്റെ പ്രദർശനാനുമതി ലഭിച്ചില്ല. വിഷയത്തിൽ ഇന്നലെ ഡിവൈഎഫ്ഐ IFFKയുടെ പ്രധാന വേദിയായ ടാഗോറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്രത്തിന്റേത് ഭയപ്പെടുത്തുന്ന ഇടപെടലെന്ന് CPIM നേതാവ് MA ബേബി പ്രതികരിച്ചു. മേളയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്തരം ഒരു സംഭവമെന്ന് സംവിധായകരായ കമൽ, അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരും പറഞ്ഞു. ഇവിടെ IFFK തുടങ്ങിയ കാലം മുതൽ തന്നെ അൺസെൻസേർഡ് ഫിലിംസ് ആയതുകൊണ്ട് തന്നെ INB മിനിസ്റ്ററുടെ പെർമിഷൻ ആവശ്യമുണ്ട് എല്ലാ സിനിമകൾക്കും. അപ്പോൾ ഇവിടുന്ന് ലിസ്റ്റ് അയച്ചു കൊടുക്കും. ആ ലിസ്റ്റ് മിക്കവാറും സിനോപ്സിസ് അയച്ചു കൊടുത്തിട്ട് അത് അപ്രൂവ് ചെയ്ത് വരികയും ചെയ്യാം. ഇതുവരെയും ചില സിനിമയിലെ എക്സ്പ്ലനേഷൻ ചോദിക്കാമെന്നല്ലാതെ ഇതുവരെ ബാൻ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതിന് പ്രദർശനാനുമതി നിഷേധിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞാൽ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ, അല്ലെങ്കിൽ സോലനാസിൻ്റെ പടം, ഇതൊക്കെ സിനിമയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സിനിമകളാണ്. ഇത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്, വേറൊന്നുമല്ല. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവരും ഇന്നലെ പ്രതികരിച്ചിരുന്നു. ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഇന്നും 8 സിനിമയോളം പ്രദർശിപ്പിക്കാൻ സാധിച്ചേക്കില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.